എല്ലാവർക്കും സുപ്രഭാതം. ഇന്നത്തെ പ്രഭാത ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് എന്താണ് നമുക്കിന്ന് യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ് എന്ന് നോക്കാം. ഇതൊരു ടൈംലെസ് ആയ റീഡിംഗ് ആണ്. പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം. നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക. ഇവിടെ 5 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്, ദ ടവർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പറയട്ടെ, ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ദുഃഖം, നിരാശ ഒക്കെ കഴിഞ്ഞു പോയ കാര്യത്തിൽ അത് ഓർത്തിട്ട് നിങ്ങൾ മനസ്സ് വേദനിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത്തരത്തിലൊരു എനർജിയാണ് ഇന്ന് നിങ്ങൾക്കുള്ളത്. പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എല്ലാം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ചിലത് നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് നിങ്ങളിപ്പോൾ കാണാതെ പോവുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇനിയും കുറച്ച് അനുഗ്രഹങ്ങളും യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് ഒക്കെ ഇവിടെ കാണാനുണ്ട്. അത് നിങ്ങൾക്ക് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് എത്തും, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയും. പിന്നെ നമുക്ക് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നത്. ക്യൂൻ ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളോട് തന്നെ സ്നേഹത്തിൽ പെരുമാറണം. നിങ്ങളുടെ കഴിഞ്ഞു പോയ വിഷമങ്ങളിൽ നിന്നൊക്കെ അത് ആലോചിച്ച് ചിന്തിച്ചിരുന്ന് വെറുതെ നേരം കഴിക്കാണ്ട് അത് നിങ്ങളെ തളർത്തേയുള്ളൂ. അപ്പൊ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും എല്ലാം ശ്രമിക്കുക, നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. ഇന്ന് നിങ്ങൾക്ക് ഇമോഷണൽ ഇന്റലിജൻസ് വളരെ ശക്തമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാനും കഴിയുന്ന ഒരു ദിവസമായിട്ടാണ് യൂണിവേഴ്സ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ടവർ എന്നൊരു കാർഡും കൂടി വന്നിട്ടുണ്ട്. അപ്പോ ഈ അടുത്തിടെ നിങ്ങളുടെ, അതായത് ഇന്നോ അല്ലെങ്കിൽ അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചേക്കാം. അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റായ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ പോവുകയാണ്, നിങ്ങളെ പുതിയ വഴിയിലേക്ക് മാറ്റുകയാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു റീഡിങ് കുറച്ച് പേർക്കെങ്കിലും റെസനേറ്റ് ആയിട്ടുണ്ട്. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.